എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്, പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പൊ അതിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്, അതായത് കറന്റ് അഫയേഴ്സിന്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് സിൻഷി മിസ്സും, അതേപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് എടുക്കുന്നത് ഞാനും ആയിരിക്കും. ഓക്കെ, അപ്പൊ മന്ത് വൈസ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് 2024 നവംബർ മാസം തൊട്ടാണ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പോകുന്നത്. പിന്നെ 2023 അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വരും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസങ്ങളും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ എക്സാമിന് മുമ്പ് തീർച്ചയായിട്ടും ഇതെല്ലാം ഓർക്കുന്ന രീതിയിൽ ചെറിയ മെമ്മറി കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇപ്പൊ സമയം ഒട്ടും കളയണ്ട അല്ലെ, നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നവംബർ മാസം 2024 കറന്റ് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു മന്തിലെ കറന്റ് അഫയേഴ്സ് നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം ഇഷ്ടംപോലെ പോയിന്റ്സുകൾ നമുക്ക് നോക്കാനുണ്ട്. ഡെയിലി കറന്റ് അഫയേഴ്സ് എല്ലാം റെഫർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പോ തുടങ്ങുകയാണ്. ഫസ്റ്റ് വൺ, അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയാണ് 2024 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, 2024 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ളത് അറിയാം. പക്ഷെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലെ. ആൻസർ പറഞ്ഞേ. ആൻസർ 47ാമത്തെയാണ്, 47. ഇപ്പൊ എങ്ങനെ ആലോചിക്കുക? നമുക്ക് ട്രംപ് എന്ന് പറയുമ്പോഴേ ആ ടി ഒന്നിങ്ങനെ എഴുതിയിട്ട് 7 പോലെ ആലോചിച്ചൂടെ അല്ലെ? അപ്പോ 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഓർത്തു വെക്കുക അല്ലെ. ഓക്കെ, അപ്പോ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെ. ഇനി എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. അപ്പൊ എക്സ്ട്രാ പോയിന്റ്സും കൂടെ എല്ലാവരും നോക്കണം കേട്ടോ, അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ കോഡ് മാത്രം കേട്ട് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമല്ലോ എക്സാമിന്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആധികാരിക വിജയത്തോടെയാണ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റ് ആവുന്നത്. രാജ്യചരിത്രത്തിൽ ഏറ്റവും പ്രായമേറിയിട്ടുള്ള പ്രസിഡന്റ് എന്ന സവിശേഷത കൂടി ഈ 78കാരനുണ്ട്. 2004 ജോർജ് ബുഷിന് ശേഷം ആദ്യമായാണ് ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഇലക്ട്രൽ വോട്ടിന് പുറമെ ജനകീയ വോട്ടിലും ഭൂരിപക്ഷം നേടി പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ 2004 ജോർജ് ബുഷിന് ശേഷം ആദ്യമായാണ് ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഇലക്ട്രൽ വോട്ടിന് പുറമെ ജനകീയ വോട്ടിലും ഭൂരിപക്ഷം നേടി പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ അല്ലേ, എല്ലാവരും പഠിച്ചോ? ഓക്കെ, അപ്പൊ എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്? 47 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു കേട്ടോ. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം അല്ലെ. രണ്ടാമത്തെ ചോദ്യം, വിൻബാക്സ് 2024 വിൻബാക്സ് അല്ലെ, വിൻബാക്സ് 2024 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഉഭയകക്ഷി സംയുക്ത സൈനിക അഭ്യാസമാണ്? വിൻബാക്സ് പറയാവോ? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും, ആ വിണ്ണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, വിയറ്റ്നാമും ഇന്ത്യയും തമ്മിലുള്ളതാണ് അല്ലെ. അപ്പോ വിയറ്റ്നാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ വിൻബാക്സ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ്? സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ആൻസർ ആണ് വരുന്നത്. ഹെക്സ് അല്ലെ. അപ്പൊ ഹെക്സ് 20 ആണ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഹെക്സ് 20. സ്പേസ് എക്സ്, ഹെക്സ് എന്ന് ഓർക്കുക അല്ലെ. ഹെക്സ് 20 ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ US ലോഞ്ച് പ്രൊവൈഡർ ആയിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷനുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ആണ് ഹെക്സ് 20. നിള എന്നാണ് സാറ്റലൈറ്റിന് പേര് നൽകിയിരിക്കുന്നത് കേട്ടോ. നിള എന്നാണ് ഈ സാറ്റലൈറ്റിന് പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി ടെക്നോ പാർക്കിലെ നിള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇനി 2025 ഫെബ്രുവരിയിൽ ട്രാൻസ്പോർട്ടർ 13 ദൗത്യത്തിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ PDF നോട്ട്സ് ഞാൻ കൊടുക്കാം കേട്ടോ, ക്ലാസ്സിന് ശേഷം കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോ സ്കീംസ് അല്ലെങ്കിൽ പദ്ധതികൾക്കൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എല്ലാവരും പഠിക്കുക. വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള തരിശു ഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? നവോത്ഥാൻ അല്ലെ. നവോത്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ എന്താണ് ആ ഒരു പദ്ധതിയുടെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ന്യൂ അഗ്രികൾച്ചറൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ. പുതിയ അഗ്രികൾച്ചർ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ്.
ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് ആണ്. വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള നവോത്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. സെറ്റ് അല്ലേ? അപ്പൊ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ എത്രാമത്തെ പ്രസിഡന്റ്? വേഗം ഒന്ന് ആലോചിച്ച് നോക്കി, എത്രാമത്തെ ആയിരുന്നു? 47 അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കയറാം. ലോക ബാങ്കിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള കേരള കൃഷി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ലോക ബാങ്കിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള കേരള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് കേര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. ലോക ബാങ്കിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള കേരള കൃഷി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? കേര. കേര എന്നുള്ളത് തന്നെ പഠിച്ചു പോവാ, കേര. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അല്ലെ. കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായിട്ട് ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കൃഷി കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര പദ്ധതി. ഓക്കെ, എന്താണ് കേര പദ്ധതി എന്ന് പറയുന്നത്? കാലാവസ്ഥ വ്യതിയാനത്തെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവന കൃഷി സാധ്യമാക്കുന്നതിനുമായിട്ട് ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാനത്ത് കൃഷി കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ്, 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി. വേഗം പറഞ്ഞോളൂ ആൻസർ. വയോമിത്രം അല്ലെ? വയോമിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെ വയോമിത്രം, അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? വയോമിത്രമാണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഏത് പദ്ധതിയാണ്? വയോമിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ്, അതും വേണമെങ്കിൽ ചോദിക്കാം. സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് വയോമിത്രം എന്നുള്ളതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത്. ആർക്കാന്ന് പറയാവോ? 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് അമ്മയും ഉണ്ണി ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ഡോക്ടർ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അച്യുതൻ ഉണ്ണിക്കാണ് കിട്ടിയിട്ടുള്ളത്. ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബാലാമണി അമ്മയും ഉണ്ണിയും എന്ന് ഓർത്തു വെക്കാം. 2024 കേസാണ്. 2024 ബാലാമണി അമ്മ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. ഓക്കെ, അതേപോലെ തന്നെ 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഓക്കെ, 50,000 രൂപയാണ്. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണെന്ന് പറയാവോ? 66-മത്തെയാണ് കേട്ടോ. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലെ? കൊച്ചിയിലാണ്. 66-മത്തെയാണെന്നുള്ളതും കൂടെ ഓർത്തു വെക്കാം. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചിയാണ്. ഓക്കെ, അപ്പൊ എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം അല്ലെ. 2024 അതായത് 66-മത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒളിമ്പിക്സ് മാതൃകയിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള കേട്ടോ. പ്രസ്താവന അടുത്തുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒളിമ്പിക്സ് മാതൃകയിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ് ആണ്. അതേപോലെ തന്നെ മേളയുടെ ഭാഗ്യചിഹ്നം അതുകൂടെ അറിഞ്ഞു വെച്ചേക്കാം. മേളയുടെ ഭാഗ്യചിഹ്നം എന്താണ്? തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ്. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി. ഒളിമ്പിക്സ് മാതൃകയിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ് ആണ്. മേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഒരു കൊച്ചു അണ്ണാറക്കണ്ണൻ എന്ന് ഓർക്കാം അല്ലെ. ഒരു കുഞ്ഞ് അണ്ണാറക്കണ്ണൻ എന്നൊക്കെ പറയുന്ന പോലെ കൊച്ചു അണ്ണാറക്കണ്ണൻ. അപ്പൊ ഭാഗ്യചിഹ്നവും കിട്ടി, അതേപോലെ തന്നെ കൊച്ചി എന്നുള്ളതും കിട്ടി. 4 കാലുള്ള അണ്ണാറക്കണ്ണൻ എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ 2024 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കൊച്ചി. അതേപോലെ തന്നെ മേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. പിന്നെ ഒളിമ്പിക്സ് മാതൃകയിലാണ്, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഒളിമ്പിക്സ് മാതൃകയിലാണ് സംസ്ഥാന സ്കൂൾ കായികമേള എന്നും കൂടി അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ
ഛത്തീസ്ഗഡും ഒഡീഷയാണ്. ഛത്തീസ്ഗഡും ഒഡീഷയാണ് കേട്ടോ. മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡും ഒഡീഷ. അപ്പൊ അവിടത്തെയൊക്കെ നമുക്ക് മുഖ്യമന്ത്രിമാരെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം അല്ലെ. മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡും ഒഡീഷ. ഒഡീഷ മുഖ്യമന്ത്രി ആരാ? മോഹൻ ചരൺ മാജി. മോഹൻ ചരൺ മാജി അല്ലെ. നമ്മൾ ഈ ചരളൊക്കെ കാണുമ്പോൾ ഓടുന്ന ഓർക്കാം. അപ്പൊ ഒഡീഷ മുഖ്യമന്ത്രി ചരൺ അല്ലെങ്കിൽ മോഹൻ ചരൺ മാജി എന്നുള്ളത് ഓർത്തു വെക്കാം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാ? വിഷ്ണുദേവ് സായ് ആണ് അല്ലെ. അപ്പൊ വിഷം കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുന്ന ഓർക്കാം. വിഷ്ണു അല്ലെങ്കിൽ ഛത്തീസ്ഗഡ്. അപ്പൊ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആണ്. ഓക്കെ. ഇനി ലോകത്തെ ഏറ്റവും മോശം വായുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നഗരം ഏതാണ്? ലോകത്തെ ഏറ്റവും മോശം വായുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം. നമ്മുടെ തലസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. തലസ്ഥാനത്ത് അത്രയും ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടുള്ള വായു ഒക്കെ അവിടെ എത്തി എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ഡൽഹി ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഡൽഹിയാണ്. ഇനി കോങ്ഗ്രേ ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ടുള്ള രാജ്യം. കോങ്ഗ്രേ ഏതാണ്? തൈവാൻ ആണ്. ഏതാണ്? തൈവാൻ ആണ്. കോങ്ഗ്രേ ചുഴലിക്കാറ്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറെ തൈ ഉണ്ടെന്ന് നമുക്ക് ഓർക്കാം അല്ലെ. കുറെ തൈ ഉണ്ട്. കുറെ തൈ നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കാം. കോങ്ഗ്രേ ചുഴലിക്കാറ്റ് വീശിയടിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് തൈവാൻ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എവിടെയാണ്? സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിലാണ്. അപ്പൊ ഒരു കൊച്ചു സീപ്ലെയിൻ എന്നൊക്കെ വെറുതെ ഓർത്തു വെക്കാം. കൊച്ചിയിലാണ് സംസ്ഥാനത്തെ ആദ്യം സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എവിടെയാണ്? കൊച്ചിയിലാണ്. സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് കൊച്ചിയിലാണ് തുടക്കം. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ബോൾഗാട്ടി പാലസ് വാട്ടർ ഡ്രോമിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. ഓക്കെ. അപ്പോ സംസ്ഥാനത്തെ ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചിട്ടുള്ള എവിടെയാണ്? കൊച്ചിയിലാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ക്ലാസ്സുകൾ. അപ്പൊ മന്ത് വൈസ് ആയിട്ടുള്ള ക്ലാസ്സും അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് പഠിച്ചെടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.